നമസ്കാരം. നമുക്കിന്നൊരു ചൂരക്കറി ഉണ്ടാക്കി നോക്കിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്: പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ കറി മസാല. ഇത്രയും ചേർത്താണ് നമ്മുടെ ഇന്നത്തെ മസാലക്കൂട്ടുകൾ തയ്യാറാക്കുന്നത്. അതേപോലെ അതിൽ ചേർക്കേണ്ടതായിട്ട് ഉള്ളി, നമ്മളൊരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വാളംപുളി, ഒരു 4-5 അല്ലി വാളംപുളി, കുറച്ച് പച്ചമുളകും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മീൻകറി റെസിപ്പിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കൊരു ചട്ടിയിലായിരുന്നു മീൻകറി വയ്ക്കുന്നത് കേട്ടോ. ചട്ടി ചൂടാക്കി നല്ല നാടൻ വെളിച്ചെണ്ണ അതിലോട്ട് ഒഴിച്ചൊന്ന് ചൂടായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലോട്ട് കടുകും ഉലുവയിട്ട് പൊട്ടിക്കാം. ഓക്കെ. എണ്ണ നല്ല ചൂടായി വരുന്നുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകും അതേപോലെ നമുക്ക് ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കാം. കുറച്ചൊരു കാലതാമസം വരും ഇതൊക്കെ ഇടാനായിട്ട്, കാരണം പരിമിതികളുള്ളത് കൊണ്ട് കാലതാമസം വരും. അതുകൊണ്ട് തീ കുറച്ച് വെച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഉലുവ ഇട്ടിട്ടുണ്ട്. ഉലുവയിട്ട് 2 വറ്റൽ മുളക് കൂടെ കീറി ഇട്ട് കൊടുക്കാം. നമ്മളതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി, നമ്മൾ തൊലിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലോട്ട് തട്ടി കൊടുക്കുക. ചെറിയ ഉള്ളി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി നല്ല വഴണ്ട് വരുന്നുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ പടി പിടിക്കുക. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് അതൊന്ന് മിക്സ് ചെയ്തൊരു മൂപ്പിച്ചതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട, പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കതിൽ അടുത്തായിട്ട് മസാലകൾ തട്ടി കൊടുക്കേണ്ടതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടെ മൂത്ത് വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വച്ചേക്കുന്ന മസാലപ്പൊടികൾ, ഞാൻ ഇൻഗ്രീഡിയൻസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എടുത്തു വച്ചേക്കുന്ന മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിം വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക, കാരണം കരിഞ്ഞു പോകരുത്. നമ്മൾ ചെറുതായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകത്തില്ല. ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കി വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മീനിടാം. സ്വാദിഷ്ടമായ ചൂരക്കറി തയ്യാർ. മസാലകളൊന്ന് മൂത്ത് വരുന്നുണ്ട്.
തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണമൊക്കെ മാറി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം, 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മസാലയും ഈ വെള്ളവും കൂടെ ആയിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തീ കൂട്ടി വെച്ചാൽ ഇത് തിള വരുന്നതാണ്. തിള വന്നാൽ നമുക്ക് മീനിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നീങ്ങാം. ആഹാ, അടിപൊളി മണം വരുന്നുണ്ട്. നല്ല തിളയും. പൈലിസാറ് ഉണ്ടാക്കുമോ ഇതേപോലെ? അടിപൊളി ചൂരക്കറി ആയിരിക്കും. നമുക്ക് ഈ തിള വരുമ്പോഴത്തേക്ക്, മണം കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിന് സംതൃപ്തി വരും. ഒരുവിധമൊക്കെ ഓക്കെ ആയി എന്നുള്ളത്. പക്ഷേ നമ്മൾ കഴിക്കുമ്പം 100-ൽ 100 മാർക്കായിരിക്കും. പിന്നെ എൻ്റെ ക്യാമറാമാൻ ഉടനെ തന്നെ പുറം ലോകത്തോട്ട് വരുന്നതാണ്. ക്യാമറാമാന് ഇപ്പോൾ കുറച്ച് നാണം ഉള്ളത് കൊണ്ട് മാത്രമാണ് ക്യാമറാമാൻ പുറം ലോകത്തോട്ട് വരാത്തത്. ഇപ്പോൾ ഏകദേശം നല്ല തിളയായിട്ടുണ്ട്, നല്ല തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ മീൻ കുട്ടന്മാരെ ഇട്ട് കൊടുക്കാം. മീൻ ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂര മീൻ ചെറുതായിട്ടൊന്ന് അനക്കി വെച്ച് കൊടുക്കാം. എല്ലാ രീതിയിലും മസാല കിട്ടുന്ന രീതിയിലൊന്ന് അനക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ തിള വരുമ്പോൾ നല്ല രീതിയിൽ വെന്ത് റെഡിയായി കിട്ടും. നല്ല രീതിയിലൊന്ന് ചുറ്റിക്കാമായിരുന്നു, ചുറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഇതിനൊക്കെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ അമ്മമാരെ സോപ്പിടാൻ വേണ്ടിയിട്ട് 2 വരിയൊക്കെ പാടി കൊടുക്കും കേട്ടോ. ഇതേപോലെ ഉണ്ണിക്കിടാവിന്നു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി. നമുക്കിനി നമ്മുടെ മീൻകറി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം. ഓക്കെ, നല്ല വൃത്തിയായിട്ട് തിളച്ച്